പി എ പ്രജി ഒന്ന് എക്സൈസ് ആണ്, ഒന്ന് പോലീസാണ്. പി എ പ്രജി ഒന്ന് ഷീല സണ്ണി കോടതിയിലേക്ക് പോകുന്നു, അവിടെ റിപ്പോർട്ട് ആവശ്യപ്പെടാനുള്ള ഒരു നല്ല ബുദ്ധി അവർക്കുണ്ടാകുന്നു, അതുകൊണ്ട് അവരിപ്പോൾ കുറ്റമുക്തിയായി ഇവിടെ ഇരിക്കുന്നു. രണ്ട് വിഘ്നേഷ് പോലീസിന്റെ കള്ളക്കേസിനെതിരെ CCTV ദൃശ്യങ്ങൾ ശേഖരിക്കുന്നതടക്കം മാധ്യമങ്ങളോട് തുറന്നു പറയാനുള്ള ധൈര്യം കാണിക്കുന്നു, അതുകൊണ്ട് വിഘ്നേഷ് ഇവിടെ ഇരിക്കുന്നു. എത്രയെത്ര മനുഷ്യർ ഇപ്പോഴും ഇത്തരം കള്ളക്കേസുകൾ കുടുങ്ങി, പോലീസിന്റെയും എക്സൈസിന്റെയും ഒക്കെ കള്ളക്കേസുകൾ കുടുങ്ങി വിരട്ടിൽ ജീവിതം ഒടുങ്ങുന്നുണ്ടാകണം അഡ്വക്കേറ്റ് പി എ പ്രജി. രണ്ടു സ്പെസിമെൻ മാത്രമാണിവർ. ശരിയാണ് ഹാഷ്മി പറയുന്ന പോലീസിൻ്റെ അല്ലെങ്കിൽ എക്സൈസിൻ്റെ ഇത്തരത്തിലുള്ള ഭീകരതകളോട് എല്ലാ കാലവും തീവ്രമായി പ്രതികരിക്കാൻ മാധ്യമ സമൂഹം മുമ്പോട്ട് വന്നിട്ടുണ്ട് എന്നുള്ളത് തീർച്ചയായും പ്രശംസനീയമാണ് എന്നീ അവസരത്തിൽ പറയേണ്ടിയിരിക്കുന്നു. എനിക്ക് ശ്രീമതി ഷീല സണ്ണിയുടെ കേസിനകത്ത് ഏറ്റവും സ്ട്രൈക്കിംഗ് ആയി, ഒരു അഭിഭാഷകൻ എന്നുള്ള നിലയിൽ എനിക്ക് ഏറ്റവും സ്ട്രൈക്കിംഗ് ആയി തോന്നിയ കാര്യം, ഈ മഹാനായ എക്സൈസ് ഉദ്യോഗസ്ഥൻ ഒരു മാസം ഇവരെ നിരീക്ഷിച്ചിരുന്നു എന്നാണ് പറയുന്നത്. നിരീക്ഷിച്ചിരുന്നത് അത്രേ. ഒരു മാസം നിരീക്ഷിച്ചതിന് ശേഷം കിട്ടിയ ഉത്തമ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണത്രേ അദ്ദേഹം ഇങ്ങനൊരു കേസിൽ ഒരു സെർച്ചും സീഷറും ഒക്കെ നടത്തിയത് എന്നാണ് പറയുന്നത്. യഥാർത്ഥത്തിൽ ഈ കേസ് കെട്ടിച്ചമച്ച ഈ പറയുന്ന ആളുകളോടൊപ്പം തന്നെ കുറ്റവാളിയായി നിന്ന് പ്രോസിക്യൂഷൻ നേരിടേണ്ട ആളാണ് ആ എക്സൈസ് ഉദ്യോഗസ്ഥൻ. ഇത്തരത്തിൽ തലയ്ക്ക് വെളിവില്ലാത്ത, ഉത്തമ വിശ്വാസമില്ലാത്ത ആളുകളെയൊക്കെ എക്സൈസിൽ വെച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ തരത്തിൽ കേസുകൾ ഉത്തമ വിശ്വാസമില്ലാതെ രജിസ്റ്റർ ചെയ്യപ്പെട്ട് ആ FIRനോടൊപ്പം പ്രതികൾ കോടതിയിൽ എത്തിക്കഴിയുമ്പോൾ നമ്മുടെ നിയമ സംവിധാനത്തിനകത്ത് ഇപ്പോൾ ഉള്ള ഒരുപാട് പോരായ്മകൾ ഇത്തരത്തിലുള്ള കേസുകളെയൊക്കെ, ഇത്തരത്തിലുള്ള നിരപരാധികളെയൊക്കെ അകത്തിടുന്നതിന് കാരണമായി സംഭവിക്കാറുണ്ട്. ഒരു അഭിഭാഷകൻ എന്നുള്ള നിലയിൽ ഞാൻ നിയമപരമായ ഒരു പോരായ്മയെക്കുറിച്ച് ചൂണ്ടിക്കാണിക്കാൻ ഈ അവസരം ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നു. ഇപ്പൊ ഈ NDPS കേസിനകത്ത് ഷീലയെ പോലെയൊക്കെയുള്ള നിരപരാധികളുടെ കേസിലൊക്കെ ബെയിൽ ആപ്ലിക്കേഷനുമായി, ജാമ്യാപേക്ഷയുമായി എന്നെ പോലെയുള്ള അഭിഭാഷകർ പലപ്പോഴും കോടതിയിലെത്തുമ്പോൾ കോടതികൾ തന്നെ, ഞാനത് വിമർശനാത്മകമായി പറയുകയാണ്, പല കോടതികളും ചോദിക്കുന്ന ഏക ചോദ്യം ഹൗ മെനി ഡേയ്സ് ഇൻ കസ്റ്റഡി എന്നുള്ളത് മാത്രമാണ്. ദിവസം എണ്ണി ജാമ്യം കൊടുക്കുന്ന കോടതികൾ നമ്മുടെ നാട്ടിൽ ഇരിക്കുന്നു. അങ്ങനെ ദിവസം എണ്ണി മാത്രമാണോ NDPS കേസിനകത്ത്? NDPS തീർച്ചയായും നമ്മുടെ നാട്ടിൽ നിന്ന് തുടച്ചു നീക്കപ്പെടേണ്ട വസ്തുതയാണ്, അതിനകത്തൊന്നും സംശയമില്ല. പക്ഷേ ഇത്തരത്തിലുള്ള നിരപരാധികളെ, ഇത്തരത്തിൽ നരാധമന്മാരായിട്ടുള്ള, തലയിൽ ആള് താമസമില്ലാത്ത മന്ദബുദ്ധികളായിട്ടുള്ള ഉദ്യോഗസ്ഥന്മാർ കുരുക്കി അകത്ത് കൊണ്ടുവരുമ്പോൾ അവരുടെ ജാമ്യാപേക്ഷകളടക്കം 72ാമത്തെ ദിവസമാണ് ഈ നിരപരാധിയായ സ്ത്രീക്ക് ജാമ്യം കിട്ടുന്നത്. എനിക്ക് ഉറപ്പുണ്ട് ഇവരുടെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്ന സമയത്തൊക്കെ തന്നെ വളരെ ഹർബരിയായിട്ട് പല കോടതികളും ചോദിച്ചിട്ടുണ്ടാകണം എത്ര ദിവസമായി കസ്റ്റഡിയിൽ. അല്ലാതെ ഈ കേസിന്റെ ന്യായാന്യായത്തെ സംബന്ധിച്ച് എത്രയോ ദിവസങ്ങൾക്ക് ശേഷമാണ് തെളിയിക്കപ്പെടുന്നത് ഈ സ്റ്റാമ്പ് NDPSന്റെ പരിധിയിൽ വരുന്നതല്ല എന്ന്. ഒന്ന് ആലോചിച്ച് നോക്കൂ, നമ്മുടെ നാട്ടിലെ ഈ നിയമ സംവിധാനങ്ങളും ഇതിന്റെ ഇൻഫ്രാസ്ട്രക്ചറും വികസിപ്പിക്കണ്ടേ? നമ്മുടെ നാട്ടിലെ FSL ലാബുകളുടെ എണ്ണം വർദ്ധിപ്പിക്കണ്ടേ? ഇങ്ങനെ പിടിച്ചെടുക്കുന്ന സാധനങ്ങളിൽ അപ്പോൾ തന്നെ കെമിക്കൽ അനാലിസിസ് നടത്തി അത് ഏത് തരത്തിലുള്ള നെർക്കോട്ടിക് ഡ്രഗ്സ് ഇവിടെ മെയ് 10 ഷീല സണ്ണി ജയിലിൽ പുറത്തിറങ്ങുന്നു. മെയ് 12 ഇത് കള്ളസ്റ്റാമ്പാണ്, ഇത് വർണ്ണക്കടലാസാണ് എന്ന് റിപ്പോർട്ട് എക്സൈസിന് കിട്ടുന്നു. അതവർ പൂഴ്ത്തിവെക്കുന്നു. സാർ, അവർക്ക് കോടതിയിലേക്ക് പോകാം, ഇതിങ്ങനെയില്ല, കേസ് അവസാനിപ്പിക്കുന്നു പറയാം. മിണ്ടാതിരിക്കുന്നു, കമാന്ന രക്ഷ മിണ്ടാതിരിക്കുന്നു. ഒടുവിൽ ഷീല സണ്ണി ഇറങ്ങി. ഷീല സണ്ണിക്ക് എന്തോ സംശയം തോന്നി, അഭിഭാഷകനെ തൊണ്ട് കോടതിയിൽ അപേക്ഷിച്ച റിപ്പോർട്ട് എടുത്തപ്പോഴാണ് ഇതിന്റെ ഉള്ളുകളെ പുറത്താവുന്നത്. അത് പുറത്തായില്ലായിരുന്നെങ്കിലോ ഇപ്പോഴും അനുഭവിക്കേണ്ടി വന്നേനെ ഈ പാവം. അപ്പോ അത്തരത്തിൽ എക്സൈസ് പെരുമാറുന്നതിന് എക്സൈസ് മാത്രമാണോ കുറ്റക്കാർ? അവർക്ക് സംവിധാനമില്ലാത്തതാണോ കുറ്റക്കാർ? എക്സൈസ് വകുപ്പിന് പങ്കില്ലേ? ആഭ്യന്തര വകുപ്പിന് പങ്കില്ലേ? സർക്കാരിനൊരു പങ്കുമില്ലേ? പി എ പ്രജി, തീർച്ചയായിട്ടും അല്ല, ഞാൻ അതാണ് ഹാഷ്മി പറഞ്ഞത്. പക്ഷെ ഹാഷ്മി പറഞ്ഞതിനകത്തൊരു ഫാക്ച്വൽ ആയിട്ടുള്ളൊരു മിസ്റ്റേക്ക് ഉണ്ട്. ഞാൻ ഈ ബെയിൽ ആപ്ലിക്കേഷന്റെ കോപ്പി എനിക്ക് കിട്ടി, ബെയിൽ അനുവദിച്ച കോപ്പി. ഹാഷ്മി ഇപ്പൊ പറഞ്ഞത് മെയിൽ അനുവദിച്ചു എന്നാണ്. പക്ഷെ ഞാൻ കാണുന്നത് ഈ ബെയിൽ ആപ്ലിക്കേഷൻ നവംബർ മാസം 21-ാം തീയതി അവർക്ക് ജാമ്യം കിട്ടിയതായിട്ടാണ്. 72 ദിവസം പൂർത്തീകരിച്ച് കിട്ടിയതായിട്ടാണ്. സോറി, അല്ല, അത് മറ്റൊരു ഓർഡറാണ് ഈ കേസിലെ തന്നെ. അല്ല, സബ്ജക്ട് ടു കറക്ഷൻ. ഞാനത് ക്രിമിനൽ MC നോക്കിയത്. ശരിയാണ്, മെയ് മാസം 9-ാം തീയതി അവർക്ക് ജാമ്യം കിട്ടുന്നു. 12-ാം തീയതി
ഈ കേസിനകത്ത് ഈ സ്റ്റാമ്പ് നർക്കോട്ടിക് ഡ്രഗ് അല്ല എന്ന് പറയുന്നു. ഞാൻ അത് ഹാഷ്മി പറഞ്ഞ അതേ പോയിന്റ് തന്നെയാണ് ഞാൻ പറഞ്ഞത്. നോക്കൂ, ഈ അനാലിസിസിന്റെ റിസൾട്ട് വരാൻ സമയമെടുത്തു എന്നുള്ളത് മാത്രമല്ല, ഈ മഹാനായ ഉദ്യോഗസ്ഥൻ പറയുന്നത് എന്താ, 1 മാസം നിരപരാധിയായ ഈ സ്ത്രീയെ അദ്ദേഹം നിരീക്ഷിച്ചിരുന്നു പോലും. എന്നിട്ട് നിരീക്ഷണത്തിൽ നിന്നാണ് അദ്ദേഹത്തിന് മനസ്സിലായത്, അല്ലാതെ വെറുതെ കിട്ടിയ ഒരു ഇൻഫർമേഷന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം പോയെന്നല്ല അദ്ദേഹം പറയുന്നത്. അദ്ദേഹത്തിന്റെ ഗുഡ് ബിലീഫിന്, ഉത്തമ വിശ്വാസത്തിന് ഉപോത്ബലകമായി അന്ന് സകല മാധ്യമങ്ങളിലും ഈ മനുഷ്യൻ പറഞ്ഞത് എന്താണ്, ഈ സ്ത്രീയെ ഞാൻ 1 മാസം നിരീക്ഷണത്തിൽ വെച്ചു, എനിക്ക് മനസ്സിലായി ഈ വിവരം ശരിയാണെന്ന് മനസ്സിലായി, എന്നിട്ട് പോയി ഞാൻ ഈ കേസ് രജിസ്റ്റർ ചെയ്തു എന്നാണ് പറഞ്ഞത്. അത് തീർച്ചയായും ആ തരത്തിലുള്ള ഉദ്യോഗസ്ഥരെ എന്തിനാണ് ഈ എക്സൈസ് ഡിപ്പാർട്ട്മെന്റിൽ ഇപ്പോഴും വെച്ചുകൊണ്ടിരിക്കുന്നത്? ആ തരത്തിലുള്ള ഉദ്യോഗസ്ഥരെ അതിന്റെ പിന്നിൽ ഗൂഢാലോചനയുണ്ടോ എന്നുള്ളത് പരിശോധിക്കണം. അല്ലാതെ ഈ വിളിച്ചു പറഞ്ഞ ആളിലേക്കോ അല്ലെങ്കിൽ ഷീല സണ്ണിയിലേക്ക് ശത്രുതയുള്ള ആളുകളിലേക്കോ അങ്ങനെ മാത്രമല്ല യഥാർത്ഥത്തിലുള്ള ഈ ഗൂഢാലോചന. ഒരു എക്സൈസ് ഉദ്യോഗസ്ഥന് ഒരു ഇൻഫർമേഷൻ കിട്ടിയാൽ നേരെ അങ്ങോട്ട് പോയിട്ട് ഒരു സ്ത്രീ ജോലി ചെയ്യുന്ന സ്ഥലത്ത് അങ്ങോട്ട് ചെല്ലുക, അതിനകത്ത് എന്തെങ്കിലും വർണ്ണക്കടലാസ് കണ്ടു കഴിഞ്ഞാൽ ഉടൻ തന്നെ അത് നെർക്കോട്ടിക് ഡ്രഗ് ആണെന്ന് കണ്ടുകൊണ്ട് ആ സ്ത്രീയുടെ പേരിൽ എല്ലാ നടപടിക്രമങ്ങളും പൂർത്തീകരിച്ച് അവരെ 72 ദിവസം ജയിലിലിടുന്ന ആ എക്സൈസ് ഉദ്യോഗസ്ഥൻ തീർച്ചയായും സർവീസിൽ ഇരിക്കാൻ യോഗ്യനല്ല, ഒരു തരത്തിലും സർവീസിൽ തുടരാൻ യുക്തനായിട്ടുള്ള ഒരാളല്ല. അതിനകത്ത് എന്താ സംശയം? ഈ തരത്തിലുള്ള പുഴുക്കുത്തുകൾ കേരളത്തിലെ എക്സൈസിൽ നിന്നും പോലീസിൽ നിന്നും, ഇപ്പൊ വിഘ്നേഷിന്റെ കേസ് തന്നെ എടുക്കുക ഹാഷ്മി. വിഘ്നേഷിന്റെ കേസിനകത്ത് വിഘ്നേഷ് വളരെ വളരെ വിഷമത്തോടു കൂടി പറഞ്ഞു, ഇപ്പോ ആ കേസിന്റെ അവസ്ഥ എന്താണെന്ന് അറിഞ്ഞുകൂടാ. ഞാനിവിടെ കൊല്ലത്തെ പ്രാക്ടീസിംഗ് അഭിഭാഷകൻ എന്നുള്ള നിലയിൽ പറയട്ടെ, എന്ത് ശക്തമായിട്ടാണ് മാധ്യമങ്ങൾ അന്ന് കിളികല്ലൂർ പോലീസ് സ്റ്റേഷനിലെ ആ 4 ഉദ്യോഗസ്ഥരെ സംബന്ധിച്ച് ഹാഷ്മി ഇപ്പോഴും പറഞ്ഞത്. എന്നാൽ ആ പോലീസ് സ്റ്റേഷന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താന്ന് പരിശോധിക്കണ്ടേ? അവിടുത്തെ SHOയെ ഞാൻ വളരെ തുറന്ന് മുമ്പിൽ ഫോണിൽ പോലും ഇപ്പൊ വിളിക്കാൻ പറ്റില്ല പൊതുജനങ്ങൾക്ക്. ഏതെങ്കിലും ഒരാൾ വിളിച്ചാൽ 5 ലക്ഷം രൂപ പലിശയ്ക്ക് മേടിച്ചിട്ട് ആ പലിശ പോലും തിരിച്ചു കൊടുക്കാത്ത ആളിനോട് പലിശക്കാരൻ കാണിക്കുന്ന ദേഷ്യത്തെക്കാൾ കൂടുതൽ ദേഷ്യത്തിലാണ് അയാൾ ഇവിടെ പൊതുസമൂഹത്തിനോട് പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. ഇത്രയും വിവാദപരമായ ഒരു പോലീസ് സ്റ്റേഷനിൽ ആ വിവാദത്തിന് പരിസമാപ്തി കുറിച്ചുകൊണ്ട് SHOയെ നിയമിക്കുമ്പോ ആ SHO എങ്കിലും നമ്മുടെ നാട്ടിലെ ജനങ്ങളോട്, ഈ വിഘ്നേഷിനെ പോലുള്ള ആളുകൾ ഉണ്ടായിപ്പോയ സ്ഥലത്തെ ജനങ്ങളോട് ഒരു കമ്മിറ്റ്മെന്റോട് കൂടി പെരുമാറണ്ടേ? ഇപ്പോഴും ഈ പുതിയ SHO, ഇപ്പോഴത്തെ കിളിയല്ലൂരിലെ SHO എന്താ അവിടെ പെരുമാറിക്കൊണ്ടിരിക്കുന്നത്? ഈ തരത്തിൽ എനിക്ക് നേരിട്ട് അനുഭവമുണ്ട്. ഒന്ന് ഫോണിൽ വിളിച്ചാൽ പോലും പൊതുജനങ്ങളോട് മര്യാദയ്ക്ക് സംസാരിക്കാത്ത SHO ഇപ്പോഴും കിളിയല്ലൂരിൽ തുടരുന്നു. എന്താണ്? ഇതൊക്കെ മാറണം. നമ്മുടെ നാട്ടിലെ ഇത്തരത്തിലുള്ള സംവിധാനവും ഫോണിൽ സംസാരിക്കുന്നില്ല എന്ന പ്രശ്നമല്ലേ ഉള്ളൂ. ഏത് ഗവൺമെന്റ് വന്നാലും ഫോണിൽ സംസാരിക്കുന്നില്ല എന്ന പ്രശ്നമല്ലേ ഉള്ളൂ. ഈ വിഘ്നേഷിനെ പോലെയുള്ള 10-24 വയസ്സ് മാത്രം ആ സമയത്ത് പ്രായമുള്ള ഒരു പയ്യന്റെ തലയിൽ കള്ളക്കേസൊക്കെ അടിച്ചു നോക്കി. ശ്രീ പ്രിജി ആലോചിച്ച് നോക്കൂ, ജീവിതകാലം മുഴുവൻ തല നൂരരുത് എന്ന മട്ടിൽ മുടിപ്പിക്കാൻ അടിച്ചു കൊടുക്കുകയാണ്. വിഘ്നേഷ് ആയതുകൊണ്ടും വിഘ്നേഷിന്റെ പൊതുപ്രവർത്തന പശ്ചാത്തലം ഉള്ളതുകൊണ്ടും എഴുന്നേറ്റ് നിൽക്കാൻ കഴിയും എന്നുള്ളതുകൊണ്ട് എഴുന്നേറ്റ് നിന്നതുകൊണ്ടാണ്. ഇല്ലെന്നുണ്ടെങ്കിൽ ആത്മഹത്യയിൽ അഭയം പ്രാപിക്കേണ്ട യുവാവാണത്. പ്രിജി, തീർച്ചയായും ഹാഷ്മി, ഞാൻ ഒരു കാര്യം പറയട്ടെ. ഇപ്പൊ ഈ വിഘ്നേഷിന് മാത്രമായിരിക്കത്തില്ല. ഈ ഹാഷ്മി പറഞ്ഞതുപോലെ കിളികല്ലൂരിൽ ഈ പറയുന്ന SI ഇരുന്ന കാലഘട്ടത്തിൽ വിഘ്നേഷിന്റെ കഥ മാത്രമായിരിക്കാം ഒരുപക്ഷെ പുറത്തു വന്നിട്ടുള്ളത്. എത്രയോ നിരപരാധികൾ അഭിഭാഷകൻ എന്നുള്ള നിലയിൽ എന്നോട് വന്ന അയാളുടെ ക്രൂര പ്രവൃത്തികളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. എത്രയോ നിരപരാധികൾ. ഒരു വിഘ്നേഷിന്റെ കഥ മാത്രമാണ് കേരളം കേട്ടത്. ഈ തരത്തിലുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാരെ കമ്പൽസറിയായി സർവീസിൽ നിന്ന് പിരിച്ചുവിടണം. ഇപ്പൊ പിരിച്ചുവിട്ട കൂട്ടത്തിൽ ഈ തരത്തിലുള്ള എക്സൈസുകാരും ഈ പറയുന്ന SIയും ഒക്കെ ഉൾപ്പെടണം. അല്ലാതെ അയാളെ പിടിച്ച് തൊട്ടടുത്ത് കോന്നിയിലിരുത്തി വീണ്ടും അവിടെ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് ആർക്കെങ്കിലും അറിയാവോ? ആരെങ്കിലും അന്വേഷിക്കുന്നുണ്ടോ? ഈ തരത്തിലുള്ള ഉദ്യോഗസ്ഥരെ കമ്പൽസറിയായി സർവീസിൽ നിന്ന് പറഞ്ഞുവിടണം. വിഘ്നേഷിന്റെ കേസിനകത്ത് മാത്രമല്ല, ഷീലയുടെ കേസിനകത്ത് മാത്രമല്ല, കേരളത്തിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഇനി ഉണ്ടാകാൻ പാടില്ല. അതിനകത്ത് എന്താ സംശയം? ഈ പറയുന്ന SIയെ കുറിച്ച് ഈ കിളികല്ലൂർ പ്രദേശത്ത് ഒരാളും ഒരു നല്ല അഭിപ്രായം പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല. ഒരാൾ പോലും. അത് രാഷ്ട്രീയ ജാതി മതഭേദമന്യേ
പൊതുസമൂഹത്തിലുള്ള ഏതെങ്കിലും ഒരാളിനെ കുറിച്ച് ഈ വിഘ്നേഷുമായി വിഷയമുണ്ടായ SIയെ സംബന്ധിച്ച് ഒരു നല്ല അഭിപ്രായം പറഞ്ഞു ഞാൻ കേട്ടിട്ടില്ല. ഈ വിഷയം ഉണ്ടായപ്പോൾ പോലും അയാൾ സോഷ്യൽ മാധ്യമങ്ങളിൽ വന്നിരുന്നു കൊണ്ട് അയാളുടെ പ്രവൃത്തിയെ ന്യായീകരിക്കുന്ന മട്ടിൽ വീഡിയോ പുറത്തുവിട്ടു. ന്യായീകരിക്കുന്ന മാത്രമാണോ എന്ന് പറഞ്ഞാൽ ഈ വിഘ്നേഷ് ആ ലഹരി മരുന്ന് കേസിന്റെ കണ്ണിയാണോ എന്നായിരുന്നു സംശയം. ഉപയോഗിച്ച് തുടരുന്നു എന്നുള്ളത് കേരളത്തിലെ ഏറ്റവും ഭീകരമായ സംഗതി തന്നെയാണ്. PA പ്രജി, എന്താണ് ഈ കേസിൽ, അതായത് ഒരു മയക്കുമരുന്ന് കേസിൽ ജാമ്യം നിൽക്കാൻ കഴിയില്ല എന്നറിയിച്ച വിഘ്നേഷും സഹോദരനും ഈ മയക്കുമരുന്ന് കേസിലെ കണ്ണികളാണോ എന്നായിരുന്നു അയാളുടെ സംശയം.